ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗമാക്കുന്നതിനുള്ള തീയതി നീട്ടിയിട്ടുണ്ട് കേട്ടോ. ഡിസംബർ 25 വരെ നീട്ടിയിട്ടുണ്ട്. കാർഡിൽ ഉൾപ്പെട്ടവർ 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുള്ളവരോ, 4 ചക്രം വാഹനമുള്ളവരോ, 1 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവരോ, 25,000 രൂപയിൽ കൂടുതൽ മാസവരുമാനമുള്ളവരോ, ആദായ നികുതി അടയ്ക്കുന്നവരോ, സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയുള്ളവരോ ആണെങ്കിൽ അപേക്ഷിക്കേണ്ടതില്ല. മേൽപ്പറഞ്ഞ ഒഴിവാക്കൽ മാനദണ്ഡങ്ങൾ ഇല്ലാതെ അർഹരായ റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് വേണ്ടി 25/12/24 വരെ ഓൺലൈനായി നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിനാവശ്യമായ രേഖകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തേത് പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്. അതല്ല വാടക വീടാണെങ്കിൽ വാടക വീടിൻ്റെ കരാർ പത്രം, 200 രൂപ മുദ്രപത്രത്തിൽ 2 സാക്ഷികളുടെ ഒപ്പ് സഹിതം വേണം. വാടകയ്ക്കെന്ന് തെളിയിക്കുന്ന രേഖകൾ വേറെയും. രണ്ടാമത്തേത് പഞ്ചായത്ത് BPL ലിസ്റ്റിൽ ഉൾപ്പെട്ടതാണെങ്കിൽ അല്ലെങ്കിൽ BPL ലിസ്റ്റിൽ ഉൾപ്പെടാൻ അർഹരാണ് എന്നതിൻ്റെ പഞ്ചായത്ത് സെക്രട്ടറി ഒപ്പിട്ട സർട്ടിഫിക്കറ്റ്. 3 മാരക രോഗങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ വികലാംഗനാണെങ്കിൽ വികലാംഗ സർട്ടിഫിക്കറ്റ്. 4 സർക്കാർ പദ്ധതി മുഖേന ലഭിച്ച വീടാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്. 5 21 വയസ്സ് പൂർത്തിയായ പുരുഷന്മാർ ഇല്ലാത്ത നിരാലംബരായ വിധവകൾ ആണെങ്കിൽ നോൺ റീമാരേജ് സർട്ടിഫിക്കറ്റ്. സ്വന്തമായി സ്ഥലമോ വീടോ ഇല്ലാത്തവർ വില്ലേജ് ഓഫീസറുടെ സർട്ടിഫിക്കറ്റ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ന്യൂനതകൾ വല്ലതുമുണ്ടെങ്കിൽ അപേക്ഷ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ പുനർസമർപ്പിക്കേണ്ടതായതിനാൽ എത്രയും വേഗം തന്നെ അപേക്ഷ നൽകുന്നതാണ് നല്ലത്. ഒരുപാട് താമസിക്കാതെ അല്ലെങ്കിൽ ഡിസംബർ 25 വരെ കാത്തു നിൽക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അപേക്ഷ സമർപ്പിക്കണം. അതല്ല എന്തെങ്കിലും കറക്ഷൻസ് വല്ല ഉണ്ടെങ്കിൽ പിന്നെ മാറാൻ പാടായിരിക്കും. അപ്പോൾ ഈ ഒരു അറിവ് എല്ലാവർക്കും പ്രയോജനപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്നു. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.